സകല ലോകത്തിന്റെയും രാജാവും എന്റെ കർത്താവുമായ നമ്മുടെ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ആ ധന്യവും നിസ്തുല്യമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എന്റെ സന്ധ്യാവന്ദനങ്ങളെ അറിയിക്കുകയും ഈ ദൈവവചന പഠനത്തിലേക്ക് ഹാർദമായി സ്വാഗതം ആശംസിക്കുകയും ചെയ്യുന്നു. വീണ്ടും നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകിയ ഈ വിലയേറിയ അവസരത്തിനായി സ്തോത്രം. നമ്മെ അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചിടത്തു നിന്നും നമ്മുടെ പഠനം ആരംഭിക്കാം. നമ്മൾ ആരാധന എന്ന വിഷയത്തിന്റെ വിവിധ തലങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മളതിന്റെ ജെനസിസ് നോക്കി, എറ്റിമോളജി നോക്കി, ഇതിന്റെ മൊറാലിറ്റിയെ കുറിച്ചാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഞാൻ ഓർപ്പിച്ചു, കർത്താവ് ശമരിയക്കാരി സ്ത്രീയോട് സംസാരിക്കുമ്പോൾ എടുത്തു പറഞ്ഞ ഒരു പദം, സത്യ നമസ്കാരികൾ എങ്ങനെ ആരാധിക്കണം, പിതാവിച്ഛിക്കുന്ന ആരാധന. അപ്പോൾ നമ്മള് മറ്റുള്ളവരുടെ ആരാധനയെ കുറിച്ച് വളരെ എന്താ പറയാ ആൻഷ്യസ് ആകാതെ, ആകുലപ്പെടാതെ, പിതാവിച്ഛിക്കുന്ന ആരാധനയാണോ നാം അർപ്പിക്കുന്നതെന്ന് സ്വയം ഒന്ന് ചിന്തിച്ചാൽ മതി. നമുക്ക് മറ്റുള്ളവർ വിമർശിക്കുന്ന അവിടെ നിൽക്കട്ടെ. സത്യ നമസ്കാരികൾ പിതാവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം. അതാണ് പിതാവിച്ഛിക്കുന്ന ആരാധന എന്ന് പറഞ്ഞാണ് ഞാൻ അവസാനിപ്പിച്ചത്. അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ളത് ഞാൻ വിശദീകരിച്ചു വന്നു. നമ്മളതിന്റെ എറ്റിമോളജി പഠിച്ചപ്പോൾ, പദോൽപത്തി പഠിച്ചപ്പോൾ, ഷക് ആഹ് എന്ന പദത്തിന്റെ അർത്ഥം ശരിയാവണ്ണം കവിണ്ണ് വീണ് ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ള അർത്ഥത്തിലാണ്. വീണ് നമസ്കരിക്കുക. എന്റെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ ആരാധിച്ചവരാരെങ്കിലും ഉണ്ടോ എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ ന്യായമായിട്ട് വരാൻ സാധ്യതയുള്ളതിനാൽ അങ്ങനെയുള്ള യഥാർത്ഥ ആരാധന ഏതാണെന്നാണ് വെളിപ്പാട് പുസ്തകം 4-5 അധ്യായത്തിൽ നിന്ന് ഞാൻ ചൂണ്ടിക്കാണിച്ചത്, വിസ്തരിച്ചില്ല. അവിടെ അവർ ചെയ്ത രംഗം ഞാനൊന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് എന്റെ വിശ്വാസം. കിരീടങ്ങളെയൊക്കെ താഴെ വെച്ച് ദൈവത്തിന് വരുമ്പോൾ നമ്മുടെ തലക്കനം എല്ലാം എടുത്ത് മാറ്റണം. പിള്ളേര് പറയല്ലേ ഹെഡ് വെയിറ്റ് ആണ്, നമ്മളൊന്നുമില്ലെന്നേ. അതെല്ലാം എടുത്ത് താഴെ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവ് തന്നതും കർത്താവിൽ നിന്ന് കിട്ടിയതുമല്ലാതെ മറ്റൊന്നുമില്ല എന്നുള്ള തിരിച്ചറിവോടുകൂടെ നല്ല മനസ്സോടെ വീണ്ടെടുപ്പുകാരനെ, കുഞ്ഞാടേ നീ യോഗ്യൻ, അതിനർത്ഥം ആരാധനയ്ക്കും പുകഴ്ചയ്ക്കും എല്ലാത്തിനും യോഗ്യൻ അങ്ങ് മാത്രം. അതിന്റെ മറുഭാഗം പറഞ്ഞാൽ ഞാൻ ഒന്നിനും യോഗ്യനല്ല. നമ്മളൊരു പാട്ട് പാടുകയില്ല, ഞാൻ യോഗ്യനല്ല യേശുവേ, പാടാറില്ലേ? സ്നേഹം പ്രാപിപ്പാൻ ഞാൻ ഒന്നുമല്ല, അയോഗ്യരാണ്. അയോഗ്യരായ ഞാനും നിങ്ങളും യോഗ്യനായ ഒരുവന്റെ മുമ്പിൽ കവിണ്ണ് വീണ് കിടക്കുക. അതിന്റെ പേരാണ് ആരാധന. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഇടയിൽ പ്രസംഗകരുണ്ട്, പാട്ടുകാരുണ്ട്, കീബോർഡിസ്റ്റ് ഉണ്ട്, ഡ്രമിസ്റ്റ് ഉണ്ട്, ഗിറ്റാറിസ്റ്റ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഇല്ലാത്തൊരു കൂട്ടർ ആരാധനക്കാരാണ്. എങ്ങനെയുള്ള ആരാധന? പിതാവിച്ഛിക്കുന്ന വിധത്തിലുള്ള ആരാധന അർപ്പിക്കുന്ന ആളുകളില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം. 2, ഇത് ഞായറാഴ്ച 9:30 മുതൽ 12 വരെ നടക്കേണ്ട കാര്യമല്ല. It should happen 24/7 എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും 7 ദിവസവും നടക്കേണ്ട കാര്യ. നമ്മളത് അറിയാതല്ലേ ഞാൻ ആരാധനയ്ക്ക് പോവാന്ന്. എനിക്ക് അത്ഭുതം തോന്നുന്നൊരു കാര്യം ഞാൻ പറയും. നമ്മുടെ പിതാക്കന്മാരൊന്നും വല്യപ്പച്ചന്മാരൊന്നും പള്ളിക്കൂടത്തിന്റെ വരാന്ത പോലും കാണാത്തവരായിരുന്നെങ്കിലും അവർക്കൊക്കെ ദൈവം കൊടുത്ത പരിജ്ഞാനം, അവർക്ക് കൊടുത്ത ജ്ഞാനം ഭയങ്കര. അവരാരാധനയ്ക്ക് പോവാന്ന് പറഞ്ഞ് ഞാൻ കേട്ടില്ല. എന്റെ വല്യപ്പച്ചെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല.
സഭായോഗത്തിന് പോവുക എന്നവർ പറഞ്ഞിട്ടുള്ളൂ. കണ്ടോ? സഭായോഗം, വിശുദ്ധ സഭായോഗം, അതാണ് കറക്റ്റ് പദം. ഞാനത് 1-2 ക്ലാസ്സിന് പുറകിൽ ഓർപ്പിച്ചുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ പിതാവ് ഇച്ഛിക്കുന്ന ആരാധന എങ്ങനെയുള്ളത്, അത് നടക്കേണ്ടത് ഹാർട്ട് റെലത്തിലാണെന്ന് ഞാൻ ഓർപ്പിച്ചു. ഹൃദയത്തിൽ നടക്കേണ്ട കാര്യം വീണ് നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അക്ഷരികമായി നെടുമ്പാടും വീഴേണ്ട കാര്യമില്ല. അങ്ങനെ വീണാൽ ഏറ്റവും നല്ലത്. അബ്രഹാം അങ്ങനല്ല ചെന്ന് ഓടിച്ചെന്ന് നിലം വരെ കുനിഞ്ഞെന്നേ മലയാളത്തിലുള്ളൂ. നിലത്ത് കവിണ് വീണെന്ന ശരിയായ പ്രയോഗം കണ്ടോ? 3 പേര് വരുന്ന കണ്ടപ്പോൾ എഴുന്നേറ്റം കൂടി എന്ന് വെച്ചാൽ മലയാളത്തിൽ നിലം വരെ കുനിഞ്ഞെന്ന്. നിലം വരെ കുനിഞ്ഞെന്നല്ല, നിലത്ത് വീണ് കിടന്നു. യജമാനന്മാരെ അതിന്റെ കൂടാരത്തിൽ വന്നേ പോകാവൂ. സ്തോത്രം. എന്നെ സന്തോഷിപ്പിച്ചൊരു കാര്യം ഞാൻ പറയാം. അതിന്റെ അർത്ഥം എന്നറിയാം. അബ്രഹാം പറഞ്ഞു, എനിക്ക് ഈ ദൈവ സാന്നിധ്യം വഴി വെച്ച് മാത്രം പോരെ, എന്റെ കൂടാരത്തിൽ എനിക്ക് അനുഭവിക്കണം. കണ്ടോ? വഴിയിൽ വെച്ച് വീണ് കിടന്ന് നമസ്കരിച്ച അബ്രഹാം അവരെ നിർബന്ധിക്കുക, കൂടാരത്തിൽ വന്നേ പറ്റൂ. ഞാൻ നിങ്ങൾക്ക് കാലുകളെ കഴുകാം, 1 മുറി അട തരാം, ഭക്ഷിച്ച തൃപ്തരായ ശേഷം നിങ്ങളുടെ വഴിക്ക് പൊക്കൂ. കണ്ടോ? പലരും തർക്കത്തിന് വേണ്ടിയൊക്കെ ചോദിക്കുമെങ്കിലും ഞാൻ പറയട്ടെ, ഈ വന്നവര് ദൈവം പഴയ നിയമത്തിലെ ദൂതന്മാരുടെ വെളിപ്പാടെല്ലാം യേശു ക്രിസ്തുവിന്റെ നിഴലുകളായി നിലകൊള്ളുന്നതാണെന്നുള്ള കാര്യം നമ്മൾ മറക്കരുതേ. 3 പേര് വന്നപ്പോൾ അത് ആരൊക്കെയാണെന്നുള്ളത് സാമാന്യ ബുദ്ധി ചിന്തിക്കുന്ന ആർക്കും പിടികിട്ടും. അവരത് തന്നെയാണോ എന്നുള്ളത് ഏറ്റവും വലിയ തെളിവ്, വീണ് നമസ്കരിച്ചപ്പോൾ അവർ 3 പേരും തടഞ്ഞില്ലല്ലോ. കേവലം ദൂതന്മാരായിരുന്നെങ്കിൽ അവർ തടഞ്ഞേന്. വെളിപ്പാട് ദിവസം വായിക്കുമ്പോൾ യോഹന്നാൻ വീണ് നമസ്കരിച്ച് പറഞ്ഞു, എന്നെ നമസ്കരിക്കരുത്, ഞാനൊരു ദൂതൻ മാത്രമാണ് എന്ന് പറഞ്ഞ് ദൂതൻ തടഞ്ഞു. ഈ വന്ന 3 പേര് സാധാ ദൂതന്മാരായിരുന്നുവെങ്കിൽ അബ്രഹാം വീണപ്പോഴേ ബ്ലോക്ക് ചെയ്തേനെ. പക്ഷെ ചെയ്തില്ല. അവിടെ തന്നെ നമുക്ക് അല്പമെങ്കിലും വചനവുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ വന്നവർ ആരൊക്കെയാണെന്നുള്ളത് വളരെ വ്യക്തം. കാരണം അബ്രഹാമും ദൈവം തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് അത്ര ലിറ്ററലി വളരെ ക്ലോസ്ഡ് ആയിരുന്നല്ലോ അവർ. അതിനൊരു പ്രതിഫലമാണ്. പോട്ടെ, ഞാൻ പറയാമെന്നതിന്റെ ആശയം ഇത്രയുള്ള, അബ്രഹാം വഴി വെച്ച് മാത്രം ആ ദൈവസാന്നിധ്യം അനുഭവിക്കാതെ അവരെ വീട്ടിലേക്ക് കൊണ്ടുവന്നു, വീട്ടിലും ആ ദൈവസാന്നിധ്യം അനുഭവിച്ചു. അങ്ങനെ ദൈവസാന്നിധ്യം അനുഭവിച്ചപ്പോൾ തന്റെ ജീവിതത്തിന്റെ ശൂന്യത എന്താണെന്ന് മനസ്സിലായി. വന്നവർ ആ ശൂന്യത പരിഹാരം കൊടുത്താണ് വിട്ടത്. കണ്ടോ? സ്തോത്രം. ഞാൻ മടങ്ങി വരുന്നു. അപ്പോൾ വീണ് നമസ്കരിക്കുക എന്നുള്ള ആ പദത്തിന്റെ മൊറാലിറ്റിയെ കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞു വന്നത്. പിതാവ് ഇച്ഛിക്കുന്ന ആരാധന, അതിനൊരു പദം അവിടെ യോഹന്നാൻ ഉപയോഗിച്ച് എനിക്ക് വളരെ അത്ഭുതം തോന്നുന്നു. സത്യനമസ്കാരികൾ എന്നാ പറഞ്ഞു. അപ്പൊ അതിനർത്ഥം സത്യത്തിലല്ലാത്ത നമസ്കാരികളും ഉണ്ട്. യെസ്, ഞാന് നിങ്ങൾക്കറിയാം, കോഴഞ്ചേരി കുഴിക്കാലിലാണ് എൻ്റെ ഒതുക്കുന്ന ആളുകൾ. ഈ കുമ്പനാട് അടുത്ത്, ഇനി അത്ര ഞാൻ കൂടുതൽ പറയുന്നില്ല, ഈ യുയോമയ സഭക്കാർ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. യുയോമയ സഭക്കാർ വിദ്വാൻകുട്ടി അച്ഛൻ സ്ഥാപിച്ച ഒരു സഭയാണ്. അതിൽ ഏറ്റവും വലിയ രസം, ബ്രാഹ്മിൻസിൽ നിന്ന് കൺവേർട്ട് ചെയ്ത ആളുകളാണ് അതിനകത്തുള്ളത്. അവരും വളരെ ഭക്തിയും ഒക്കെ കാണിക്കുന്നവര്. പക്ഷേ അവരുടെ ആ ഭക്തി എന്ന് പറഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഞാൻ അവരുടെ ഒരു മ്യൂസിക്കിന്റെ ഒരു വീഡിയോ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. ഭക്തിയുടെ കൊണ്ടുകൊണ്ടല്ല, ആ പാട്ട് പാടുന്ന കക്ഷി പാടുന്നതിന് മുമ്പും മുറുക്കി തുപ്പിയതിന് ശേഷം അതിനിടയ്ക്ക് മുറുക്കാൻ കൊണ്ട് വെച്ചിട്ടുണ്ട്. എന്തും ആകാം, ഏത് രൂപത്തിലും ആകാം. സ്തോത്രം. ഞാൻ പറഞ്ഞതേ, സത്യ നമസ്കാരികളാണെങ്കിൽ പിതാവ് ഇച്ഛിക്കുന്നവളെ ആരാധന നടത്തണം. അല്ലാത്തവർക്ക് എങ്ങനെ വേണേലും ആരാധിക്കാം, ഏത് വിധത്തിലും ആരാധിക്കാം, ആരും എതിര് പറയുന്നില്ല. പക്ഷെ പിതാവ് ഇച്ഛിക്കുന്ന സത്യ നമസ്കാരികളാകുന്നു എങ്കിൽ
പിതാവ് ഇച്ഛിക്കുന്ന വിധത്തിലുള്ള ആരാധന കഴിച്ചെങ്കിൽ അവിടെ അത് ആക്സെപ്റ്റബിൾ ആകൂ. വിഷയം മാറിപ്പോകും. എന്നാലും ഞാൻ പറയാം, നിങ്ങൾ സ്വയം പഠിക്കുന്നവർ പഠിച്ചോളൂ. എബ്രായ ലേഖനം 11-ാം അധ്യായം പിന്നീട് നിങ്ങൾ വായിച്ചു നോക്കണം. യഹോവ ഹാബേലിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചു, എന്നാൽ കായനിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. 11:4. 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അടുത്തത് ഹാനോക്കും അവന്റെ വഴിപാട് അവന്റെ ജീവിതത്തിൽ ദൈവം പ്രസാദിച്ചു, ദൈവം അംഗീകരിച്ചു. കണ്ടോ? അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ നോഹ, ദൈവം നോഹയിൽ പ്രസാദിച്ചു. അടുത്തത് അബ്രഹാമിലും അബ്രഹാമിന്റെ വഴിപാടിലെ ജീവിതത്തിലൊക്കെ ദൈവം പ്രസാദിച്ചു. ഈ ഭക്തന്മാരെല്ലാം ഉറപ്പ് വരുത്തിയ ഒരൊറ്റ സംഗതിയുണ്ട്: നമ്മുടെ ഈ വഴിപാടിൽ, എന്റെ ഈ ആരാധനയിൽ, ഞാൻ അർപ്പിക്കുന്ന യാഗത്തിൽ ദൈവം പ്രസാദിച്ചു എന്ന് ഉറപ്പ് വരുത്തുമായിരുന്നു. നമ്മൾ അല്പം പോലും ശ്രദ്ധിക്കാത്ത കാര്യം, നമുക്ക് പ്രസാദിച്ചോ? വെരി ഗുഡ്. എന്റെ ചോദ്യം വേണ്ടെന്നല്ല, നമുക്ക് പ്രസാദം തോന്നണം. അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആണ് ദൈവം ഇതിൽ പ്രസാദിച്ചോ ഇല്ലയോ എന്നുള്ളത്. അതുകൊണ്ടാണ് റോമർ 12:1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കും, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും, അടുത്ത വാക്ക്, ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ജീവനും വിശുദ്ധിയും ഉണ്ടെന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് ദൈവത്തിനും കൂടെ പ്രസാദമാണെന്ന് നാം ഉറപ്പ് വരുത്തണം. കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ ദൈവത്തെ ആരാധിച്ചവരാണല്ലോ, ഞാൻ സമ്മതിക്കുന്നു. നമ്മൾ ഉറപ്പ് വരുത്തിയായിരുന്നോ ആ ആരാധനയിൽ, എന്റെ ആ ആരാധന ദൈവം പ്രസാദിച്ചെന്ന് നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റുമോ? പാട്ട് പാടുമ്പോ അങ്ങോട്ടും നോക്കി ഇങ്ങോട്ടും നോക്കിയിരുന്ന് ഇടയ്ക്ക് ഒരു കൂട്ടുവായിട്ട് സ്വതരാജ്ഞ സമയപ്പോ അത് വിട്ട് സാക്ഷി പറയാൻ പറഞ്ഞപ്പോ ചാടി എന്നിട്ട് ഏതാണ്ടൊക്കെ പറഞ്ഞ്, എല്ലാരും അങ്ങനെ ആണെന്നല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ കെയർലെസ് ആയിട്ടിരുന്ന ഒരു ആരാധനയിൽ, സഭായുഗത്തിൽ നമ്മിൽ ദൈവം പ്രസാദിച്ചിട്ടുണ്ടെന്ന് പറയാൻ നമുക്ക് പ്രാഗൽഭ്യമുണ്ടോന്ന് എന്റെ ചോദ്യം. ഞാൻ നിങ്ങൾ ദൈവവചനത്തെ സീരിയസ് ആയി പഠിക്കാൻ മനസ്സ് വെക്കുന്നവരാണ് ഈ ക്ലാസ്സിലുള്ളത്, ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് അതേ നിലവാരത്തിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ ഏതൊരു ആത്മീക കൂടിവരവിലും മറ്റ് അറേഞ്ച്മെന്റ്സ് അല്പം കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യേണ്ട കാര്യം ദൈവം ഇതിൽ പ്രസാദിച്ചു എന്നുള്ളതാണ്. ഓരോ ആത്മീക കൂടിവരവും മീറ്റിംഗ് കഴിയുമ്പോൾ, ഈവൻ നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ പോലും നിങ്ങൾ ഉറപ്പുവരുത്തണം, എന്റെ പാട്ടിൽ, എന്റെ പ്രാർത്ഥനയിൽ, എന്റെ തിരുവചന ധ്യാനത്തിൽ, എന്റെ അപേക്ഷയിൽ ഒക്കെ ദൈവം പ്രസാദിച്ചു എന്ന് ഉറപ്പ് വരുത്തി വേണം നാം മടങ്ങി പോകാൻ. മനസ്സിലാകുന്നുണ്ടോ? നോക്കൂ, സമാഗമന കൂടാരത്തിന്റെ വാതിക്കൽ വഴിപാടുമായി വരുന്ന വ്യക്തി, ആ രംഗം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടെ, ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നു. വെറും കൈയായിട്ട് വരുന്നില്ല. ഒന്നുകിൽ ചെയ്ത തെറ്റിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയായിരിക്കാം, അതല്ലെങ്കിൽ ദൈവത്തിന് ലഭിച്ച നന്മയ്ക്ക് നന്ദി പറയാനായിരിക്കാം വരുന്നത്. കൂടുതലും പാപപരിഹാരത്തിന് വേണ്ടി ആയിരിക്കും വരിക. ചെമ്പരിയാടോ കോലാട്ട് കൊച്ചനോ അല്ലെങ്കിൽ എന്താ പറയാ, പശുക്കിടാവോ കാളക്കിടാവോ കുറുമ്പ്രാവോ എന്തെങ്കിലും കാണും. പുരോഹിതന്റെ കയ്യിൽ കൊടുത്തിട്ട് അവൻ ആ വാതിൽക്കൽ നിൽക്കുന്ന ഒരു നിൽപ്പുണ്ട്. കാരണം അവനറിയാം, അകത്ത് തനിക്ക് പകരം ഒരാട്ടുകൊറ്റൻ കഴുത്തറുത്ത് താൻ വെണ്ണീറാകേണ്ട സ്ഥാനത്ത് തനിക്ക് വേണ്ടി പകരം ഒരാട്ടുകൊറ്റൻ അവിടെ വേകുന്നു. യാഗപീഠത്തിൽ നിന്ന് പൊങ്ങുന്ന പുകയും തീയും ഒക്കെ കാണുമ്പോൾ യാഗവസ്തുവായിട്ട് വന്ന വ്യക്തിക്ക് അറിയാം, ഞാനാണ് ആക്ച്വലി ആ തീക്കകത്ത് വെന്തു പോകേണ്ടത്, ഞാനാണ് ചാരമാകേണ്ടത്, ഞാനാണ് ദഹിച്ചു പോകേണ്ടത്. പക്ഷെ എനിക്ക് പകരം ആട്ടുകൊറ്റൻ ആ ചാരത്തിൽ, ആ തീയിൽ ഉണ്ടോ വെന്ത് വെണ്ണീറാകുന്നു. തകർന്ന ഉടഞ്ഞ മനസ്സുമായിട്ടാണ് ആ വ്യക്തി അവിടെ നിൽക്കുന്നത്. പക്ഷെ അവൻ പോയി എന്ന് ഞാൻ പറയാൻ വന്നു. ഞാൻ എൻ്റെ കഴിഞ്ഞ ആഴ്ച ചെയ്ത പാപത്തിന്റെ പരിഹാരത്തിനായി
ആട്ടുകൊറ്റനെ കൊടുത്തു, പുരോഹിതനെ ഏൽപ്പിക്കുകയും ചെയ്തു. ഇനി ബാക്കി പുരോഹിതൻ ചെയ്തോളൂ, ഞാൻ എന്നിട്ട് കാര്യം എന്ന് പറഞ്ഞാൽ കൂടാരത്തിലേക്ക് പോവുകയല്ല. അർപ്പിക്കപ്പെട്ട ആട്ടുകൊറ്റന്റെയോ പശുക്കിടാവിന്റെയോ കാളക്കിടാവിന്റെയോ ഒക്കെ ദഹിച്ച് അതിന്റെ ചാരം പുരോഹിതൻ ഒരു കിണ്ണത്തിലെടുത്ത അനന്തരം വാതിക്കൽ നിൽക്കുന്ന ഈ വ്യക്തിയെ കൊണ്ട് കാണിക്കും. ആ ചാരം കാണാതെ അവൻ പോകത്തില്ല. അപ്പോഴവൻ ഉറപ്പാകൂ, എന്റെ വഴിപാട് ദൈവം കൈക്കൊണ്ടു, ദൈവം അംഗീകരിച്ചിരിക്കുന്നു, പാപത്തിന് പരിഹാരം വരുത്തി നിർമ്മല മനസ്സാക്ഷിയോടെ മടങ്ങിപ്പോകാൻ പറ്റുമെന്ന് ഉറപ്പുവരുത്ത. അങ്ങനെ എന്നിട്ട് അവൻ മനസ്സിലായല്ലോ? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ മടങ്ങിപ്പോകുന്ന ഏതൊരാത്മിക കുടിവരവിന് മുമ്പും മടങ്ങിപ്പോകുന്നതിന് മുമ്പ് ഉറപ്പുവരുത്താൻ ശ്രദ്ധിക്കുമോ? ഇന്നത്തെ എന്റെ ഉപവാസ പ്രാർത്ഥനയിൽ, ഞായറാഴ്ചത്തെ സഭായോഗത്തിൽ, ചൊവ്വാഴ്ചത്തെ കോട്ടേജ് മീറ്റിംഗിൽ, വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥനയിൽ, ബുധനാഴ്ചത്തെ സഹോദരിമാരുടെ മീറ്റിങ്ങിലൊക്കെ ദൈവം പ്രസാദിച്ചു, എന്നിൽ ദൈവം പ്രസാദിച്ചു, എന്റെ വഴിപാട് കൈക്കൊണ്ടു എന്നുറപ്പു വരുത്തി വേണം മടങ്ങാൻ. സ്തോത്രം. നമ്മള് ഒരു കാര്യം അറിയണം, ഈ ദൈവത്തെ വീണ് നമസ്കരിക്കുന്നതിന് ദൈവം ആരാണെന്നും ദൈവം നമുക്കൊണ്ട് ചെയ്ത് മാത്രം ഓർത്താൽ മതി. അതിന് മറ്റൊന്നും നമ്മെ ഒരു വൈകാരിക തലത്തിൽ എത്തിക്കേണ്ടതായിട്ടില്ല. ക്ലിയർ ആകുന്നുണ്ട് വിശ്വസിക്കുന്നു. പാട്ടിന്റെ ഒക്കെ താളമേള കൊഴുപ്പിനകത്ത് നാം മതിമറന്നു പോകുന്ന ഒരു അവസ്ഥക്കല്ല ആരാധന എന്ന് പറയുന്നത്. നമ്മളതിൽ തെറ്റിദ്ധരിച്ചു പോകരുത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് എന്റെ വിശ്വാസം, ആത്മീയ ശുശ്രൂഷയിൽ 5 വിധത്തിലുള്ള ശുശ്രൂഷകളാണല്ലോ ഉള്ളത്, അല്ലേ? അതെവിടാന്ന് ചോദിച്ചാൽ എഫേസ്യ ലേഖനം 4-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ, അവൻ ചിലരെ അപ്പോസ്തലന്മാരായും പ്രവാചകന്മാരായും ഇടയന്മാരായും സുവിശേഷകന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. 5 കൂട്ടം ആളുകൾ. ഈ ആത്മീയ ശുശ്രൂഷയിൽ, ക്രിസ്തീയ ശുശ്രൂഷയിൽ നിങ്ങൾ ആരും വഴക്കുണ്ടാക്കും. ഇത് കഴിയുമ്പം എന്നെ കൊല്ലാൻ വരുമൊന്നും ചെയ്യരുത്, ശാന്തമായിട്ട് കേൾക്കുക. ആത്മീയ ശുശ്രൂഷയ്ക്കകത്ത് മ്യൂസിക് മിനിസ്ട്രി എന്നൊന്നില്ല. അങ്ങനെ ഒന്നുണ്ടായിരുന്നെങ്കിൽ കർത്താവ് 12 ഹാർമോണിയം മേടിച്ച് ഉറപ്പായിട്ട്. എല്ലാവരുടെയും കയ്യിൽ ഓരോ ഹാർമോണിയം കൊടുത്തേച്ച്, കീബോർഡല്ല അന്നത്തെ വെച്ച് ഞാനങ്ങ് പറയാം, മിനിമം ഹാർമോണിയം എങ്കിലും 12 പേര് ഹാർമോണിയമായിട്ട് ഇറങ്ങിയ. പക്ഷെ അതില്ല. അതിന്റെ കാരണം എന്നറിയാമോ? ഞാൻ പറയുന്ന ആശയത്തിൽ മാത്രമേ ഉൾക്കൊള്ളാവൂ, വേറെ ഒന്നും ചിന്തിച്ചു പോകരുത്. നിങ്ങളിൽ പലർക്കും എന്നെ കുറിച്ച് അറിയാം, എനിക്ക് പാട്ടോട് അല്പം കമ്പം കൂടുതലുള്ള ആളാണ്. പരമാവധി ക്ലാസ് എടുക്കുമ്പോൾ പാട്ട് പാടാതിരിക്കും. എന്നാലും ഞാൻ ഇടയ്ക്ക് ഒരു പാട്ട് പാടിയില്ലെങ്കിൽ എനിക്കൊരു സമാധാനമില്ല. എന്റെ പ്രസംഗത്തിനകത്തെല്ലാം ഉള്ളൊരു കുഴപ്പമാണ്. എനിക്കിടയ്ക്ക് ഒരു പാട്ട് 4 ലൈനൊക്കെ പാടുമ്പോഴാണ് എന്റെ ശുശ്രൂഷയ്ക്ക് എല്ലാവരും സന്തോഷം വരിക. ഞാൻ അതുകൊണ്ട് പാട്ടിനെതിരാണെന്നല്ല ഞാൻ പറഞ്ഞു വന്നത്, ഇതിന്റെ വകുപ്പ് ഒന്ന് അറിഞ്ഞിരിക്കണം എന്ന് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ആത്മീയ ശുശ്രൂഷയ്ക്കകത്ത് മ്യൂസിക് മിനിസ്ട്രി എന്നൊന്നില്ല. ഈ പറഞ്ഞ 5 കൂട്ടം കാറ്റഗറി അല്ലാതെ വേറൊന്നില്ല. അത് അങ്ങനെ വരുന്നതിന്റെ പിന്നെ പ്രധാന കാരണം നിങ്ങൾ അറിയണം. ഈ മ്യൂസിക് എന്നുള്ളത് ബേസിക്കലി ഡീമോണിക്കാണ്. വഴക്കുണ്ടാക്കരുത്. നിങ്ങൾ പലരും ചിന്തിക്കും, ഞാൻ അടുത്തൊന്ന് പറഞ്ഞോട്ടെ. നമ്മൾ തിരുവനന്തപുരത്തിൽ കാണാത്ത ഏറ്റവും വലിയ മ്യൂസീഷ്യൻ ആരായിരുന്നു? ലൂസിഫർ. ലൂസിഫറിന്റെ എനിക്ക് ദാവീദൊന്നും അല്ലല്ലോ. ചിറക് വിടർത്തുമ്പോൾ വരുന്ന ആ ഇൻസ്ട്രുമെന്റ്സും അതിന്റെ സ്വരങ്ങളും ഒക്കെ എത്ര ഭയങ്കരമായിരുന്നു, അല്ലേ? ശരിയാണോ? ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിനകത്ത് അപകടം ഞാൻ പറയാം. അല്ല നിങ്ങൾ പാട്ട് മോശമെന്നോ പാട്ടുകാരെല്ലാം പിശാച് ബാധിച്ചവരാണ്, നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. ഞാൻ അതല്ല പറഞ്ഞു വന്നത്. ഇവിടുത്തെ പ്രശ്നം, ഈ ഒരു ബേസിൽ വരുന്നവർ വേദിയിൽ വരുമ്പോൾ ഫോക്കസ് അവർക്കാണ് കിട്ടുക, ദൈവത്തിനല്ല. മനസ്സിലാകുന്നുണ്ടോ? നമുക്ക് നല്ല പാട്ടുകാർ വേണം, നല്ല ഇൻസ്ട്രുമെന്റ്സ് വേണം,
നല്ല ഭംഗിയായിട്ട് ആ ശുശ്രൂഷ ചെയ്യുകയും വേണം. ആ കാലത്തിന്റെ വളർച്ചയ്ക്കനുസരിച്ച് നമുക്കും വ്യത്യാസം വേണമെന്നേ. അതുകൊണ്ട് എല്ലാം നല്ല പക്ക സാധനം വെച്ച് വേണം നമുക്ക് മീറ്റിംഗ് നടത്താൻ. ഇല്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ല, അങ്ങനെ തന്നെ ചെയ്യണം. എനിക്കും പൈസ കിട്ടിയാൽ ഇതെല്ലാം ഒന്ന് വാങ്ങിച്ചു വെച്ച് നല്ലൊരു മ്യൂസിക് ട്രൂപ്പ് ഉണ്ടാക്കണം നല്ല ആഗ്രഹം എനിക്കുണ്ട്. എന്നെല്ലാം അവസരം തട്ടാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പക്ഷെ ഒരു കാര്യം മറന്നു പോകരുത്, ഇവരൊക്കെ നമ്മളെ എങ്ങോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് ഇവിടുത്തെ മൊറാലിറ്റി. മനസ്സിലായോ? ഞാൻ നിങ്ങളോട് ചോദിക്കാം, നിങ്ങളിൽ അറിയാൻ ഉത്തരം പറഞ്ഞാൽ മതി. കൊട്ടാരങ്ങൾ തുടങ്ങി കൊട്ടിൽ വരെ ജനം കണ്ണുനീർ താഴ്വരയിലല്ലയോ, ഒരു സ്വസ്ഥതയുമില്ല മനുഷ്യർക്കികെ ഒരുങ്ങിയിടാം അല്ലേ? വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാൻ, പ്രിയൻ വരുവാൻ താമസമേറെയില്ല. ആ പാട്ട് എല്ലാവർക്കും അറിയത്തില്ലേ? അറിയാം. അടുത്ത എന്റെ ചോദ്യം, ഈ പാട്ട് എഴുതിയ ആളെ അറിയാമോ? ഇല്ല. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ആ പാട്ട് അറിയാത്ത ആൾക്കാരും. പാട്ട് എഴുതിയ ആളെ അറിയാമോ? ഇല്ല. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അവരെല്ലാം മറഞ്ഞു നിൽക്കുക, പാട്ടേ ഉള്ളു പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നത്. ഇന്ന് നേരെ തിരിഞ്ഞുപോയി. പാട്ടെഴുതിയ ആളും ട്യൂൺ ചെയ്ത ആളും മുമ്പിൽ, പാട്ട് മറയുന്നു. വിശുദ്ധിയെ തികച്ച് നാം ഒരുങ്ങി നിൽക്കാന്നുള്ള പാട്ട് ഒരു പാവപ്പെട്ട മനുഷ്യൻ വേട്ടമല ഫിലിപ്പോസ് ഉദ്ദേശിച്ച പാട്ടാണ്. സ്തോത്രം. സന്നിച്ചാനറിയാം, 13 തൊട്ടപ്പുറത്താണ് ഈ വേട്ടമല എന്ന് പറയുന്ന സ്ഥലം. ഈ പാട്ടൊക്കെ നമുക്കറിയാം, പാട്ട് എഴുതിയ ആളെ കുറിച്ച് നമുക്കൊരറിവുമില്ല. വിശുദ്ധിയെ തികച്ച് നാം ഒരുങ്ങി നിൽക്കാന്നുള്ള പാട്ട് ഒരു പാവപ്പെട്ട മനുഷ്യൻ വേട്ടമല ഫിലിപ്പോസ് ഉദ്ദേശിച്ച് എഴുതിയ പാട്ടാണ്. വേട്ടമല എവിടാന്നുള്ള എനിക്കൊന്ന് സണ്ണിച്ചാൻ ഒരുപക്ഷെ അറിയാം. 13 തൊട്ടടുത്താണ് വേട്ടമല എന്നുള്ള സ്ഥലം, റാന്നിക്ക് പോണ വഴി. ഞാൻ എന്തെന്ന് പറഞ്ഞെന്നറിയാമോ? നല്ല ആത്മനിറവിൽ പാട്ടെഴുതി ആ പാട്ട് ജനത്തെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുന്ന ഭക്തന്മാർ നമുക്കുണ്ടായിരുന്നു. അവിടെ ആ പാട്ട് എഴുതിയ ആളിനോ ട്യൂൺ ചെയ്ത ആളിനോ യാതൊരു പ്രയോറിറ്റിയും കൊടുക്കാതെ ആ പാട്ട് എത്രത്തോളം ജനത്തെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കും, അതായിരുന്നു അതിന്റെ ഇമ്പോർട്ടൻസ്. ഇന്ന് നമ്മൾ പറയുന്നതാണ് ഇന്ന ആളിന്റെ പാട്ട് പാടുന്നല്ലേ. ഞാൻ ആരെ അവഹേളിക്കുന്നത് നിങ്ങൾ ചിന്തിക്കരുത്. എനിക്ക് പിടികിട്ടാത്തൊരു രഹസ്യ, എനിക്കൊരു ഉത്തമ ഗീതം എന്റെ പ്രിയനോട് പാടുവാനുണ്ട്. നീ എന്നാ ഇത് പാടുന്നേ? എപ്പോഴാ ഇത് പാടുന്നത്? വർഷങ്ങളായിട്ട് കേൾക്കുന്നുണ്ട് എനിക്ക് പാട്ട് പാടാനുണ്ടെന്ന്. എപ്പോ പാടും? വളരെ മനോഹരമായ നല്ല ട്യൂണും കാര്യങ്ങളും ഒക്കെ. പ്രശ്നം എന്നറിയാമോ? ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ, ആരെയും താഴ്ത്തിക്കെട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല. ഇപ്പോൾ വരുന്ന പ്രശ്നം ഇതൊക്കെ പാട്ടിനേക്കാൾ ഉപരി അത് കൈകാര്യം ചെയ്യുന്ന ആളുകളിലേക്ക് ഫോക്കസ് പോകുന്നു. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് കിട്ടേണ്ട ഫോക്കസ് മനുഷ്യനിലേക്ക് ഡൈവേർട്ട് ചെയ്തു പോകുന്നു. അങ്ങനെ വരാൻ പാടില്ല. അത്രയുള്ള പ്രശ്നം. അല്ല പാട്ട് മോശമാണെന്നോ പാട്ടുകാരെല്ലാം പിശാചു ബാധിച്ചവരാണെന്നോ ദുരാത്മാവുള്ളവരാണെന്നോ നോ. സ്വപ്നത്തിൽ പോലും അങ്ങനെ ചിന്തിക്കരുത്. അങ്ങനെയാണ് ദാവീദൊക്കെ ദുരാത്മാവ് ബാധിച്ചവരെ നമുക്ക് പറയേണ്ടതായിട്ട് വരും. ദാവീദ് പാടി പോലെ പാട്ട് നമ്മളാരും പാടിയിട്ടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ആശയത്തിൽ അത് ഉൾക്കൊള്ളാം. ക്ലിയർ ആകുന്നു എന്ന് വിശ്വസിക്കുന്നു. കണ്ടോ? അപ്പൊ ദൈവത്തിന് ഫോക്കസ് കിട്ടേണ്ട സ്ഥാനത്ത് മനുഷ്യൻ ഫോക്കസ് ഏറ്റെടുക്കുമ്പോൾ അവിടാണ് പ്രശ്നം. ഒരിക്കലും അങ്ങനെ വരാൻ പാടില്ല. 2, ഈ ശുശ്രൂഷ
ദൈവാത്മാ നിയോഗത്തെയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ കഴിവും നമ്മുടെ എക്സ്പെർട്ട്നെസ്സും ഒക്കെ വെളിപ്പെടുത്താനുള്ള വേദിയാക്കി ഇത് മാറ്റരുത്. ഞാൻ ഇന്നാൾ ഒരു വിവാഹ ശുശ്രൂഷയിൽ പങ്കെടുത്ത് എനിക്ക് ഒത്തിരി സങ്കടവും മനപ്രയാസമൊക്കെ തോന്നി. വിവാഹ ശുശ്രൂഷ എത്ര ഗൗരവമുള്ള ശുശ്രൂഷ എന്നറിയാമോ? വിവാഹ ശുശ്രൂഷ ദൈവം ഭൂമിയിൽ സ്ഥാപിച്ച ഒന്നാമത്തെ സ്ഥാപനമാണ് കുടുംബം. ദൈവം ഈ ഭൂമിയിൽ രണ്ടുപേരെ യോജിപ്പിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠകരമായ ശുശ്രൂഷ. ആ ശുശ്രൂഷയിൽ ഒന്ന് രണ്ട് പാട്ടും കാര്യങ്ങളും ഒരു മെസ്സേജും കഴിഞ്ഞപ്പം ഗായക സംഘം ഒരു പാട്ട് പാടുന്നു പറഞ്ഞു. ഒരു പെങ്കൊച്ചു വന്ന് പാട്ട് തുടങ്ങി. ഒരു 4 ലൈൻ പാടി അടുത്ത രണ്ടാമത്തെ സ്റ്റാൻസ തുടങ്ങി. പകുതി ആയപ്പോഴത്തേക്കിനും പെങ്കൊച്ചു പാട്ടങ്ങ് നിർത്തി. എന്റെ ദൈവമേ, പിന്നെ ഒരു 10-15 മിനിറ്റ് നേരത്തെയുള്ള പ്രകടനം ഒന്ന് കാണേണ്ടത്. പാട്ട് പാടി പെങ്കൊച്ചു മൈക്കും താത്ത് കൈ പിടിച്ചു നിൽക്കി. അപ്പം ആ 3-4 ലൈൻ പാടി നിർത്തി കഴിഞ്ഞപ്പോഴത്തേന് കീബോർഡ് വായിക്കുന്ന കക്ഷി പിന്നെ കീബോർഡ് പ്രകടനം അങ്ങ് തുടങ്ങി. കുറെ ഏതാണ്ടെല്ലാം വായിച്ച് തീർത്ത് കഴിഞ്ഞപ്പോഴത്തേനും അത് കഴിഞ്ഞപ്പോൾ ഡ്രം വായിക്കുന്ന ആള് തുടങ്ങി. ഡ്രമ്മറുടെ ബഹളം കഴിഞ്ഞപ്പോഴത്തേക്കിന് ഗിറ്റാർ വായിക്കുന്ന ആള് തുടങ്ങി. അത് കഴിഞ്ഞപ്പോ മൃദംഗം വായിക്കുന്ന ആള് തുടങ്ങി. ഇവരെല്ലാം കൂടെ പിന്നെ ലാസ്റ്റ് എല്ലാം കൂടെ കൂട്ട ഒരു ബഹളം. ഞാൻ നോക്കുമ്പോ ആളുകൾ അങ്ങ് ആവേശം കയറി. എല്ലാരും മൊബൈൽ എടുക്കുന്നു, വീഡിയോ അത് പകർത്തുന്നു, ഭയങ്കര ആവേശം. എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. അപ്പൊ നിങ്ങൾ വിചാരിക്കും കഴിവുള്ള ആളുകൾ അത് എക്സ്പോസ് ചെയ്യുന്നതിനകത്ത് പാസ്റ്റ് എന്തിനാ അസൂയപ്പെടുന്ന? പാസ്റ്റർക്ക് പറ്റാഞ്ഞിട്ടല്ലേ? തീർച്ചയായിട്ടും എന്നെ കൊണ്ട് അത് കഴിയാത്തതിന്റെ മനപ്രയാസം എനിക്കുണ്ട്, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ അതുകൊണ്ടല്ല എനിക്ക് മനപ്രയാസം ഉണ്ടായത്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യം പിടി കിട്ടുന്നുണ്ടോ? നമുക്ക് ദൈവം ഒരു കഴിവ് തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മിലേക്ക് ആളുകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടല്ല, നമുക്ക് ലഭിച്ച ആ കഴിവിലൂടെ ജനത്തെ ദൈവത്തിലേക്ക് കൊണ്ടുപോകണം. ബോധ്യമായി എന്നെ വിശ്വസിക്കുന്നു. അതുകൊണ്ട് നമുക്ക് നല്ല ഗിഫ്റ്റഡ് ആയിട്ടുള്ള വളരെ ആത്മനിറവിൽ പാട്ട് ജനത്തെ ആരാധിക്കുന്നതിനും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനും കൈകൊട്ടി സഭായോഗത്തിൽ സന്തോഷിക്കുന്നതിനൊക്കെ നമ്മെ നയിക്കുന്ന ഭക്തരായ ആളുകൾ നമുക്കുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് ഞാൻ അംഗീകരിക്കുന്നു. അങ്ങനെയുള്ളവർ നമുക്ക് വേണം. ഈ തലമുറയിലും അങ്ങനെ പാട്ട് എഴുതുന്നവരും ട്യൂൺ ചെയ്യുന്നവരും പാടുന്നവരും നമുക്ക് ആവശ്യമാണ്. പക്ഷെ ഫോക്കസ് മാറ്റിക്കൊണ്ടു പോകരുത്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? നോ, അതല്ല, ഞാൻ ചെയ്യാൻ പാടില്ല. ഞാൻ പറഞ്ഞല്ലോ, ആരാ നടക്കേണ്ട? ഹൃദയത്തിലാണ്. അവിടെ എന്താ നടക്കുന്നത്? ദൈവം നടത്തിയ വിധങ്ങൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമ്മൾ എണ്ണി 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 ഇങ്ങനെ ചിന്തിച്ചും ധ്യാനിച്ചും ദൈവം നമ്മളെ സ്നേഹിച്ച വിധം, നമ്മെ കരുതിയ വിധം, നമ്മെ പരിപാലിച്ചതൊക്കെ ഇങ്ങനെ ഇങ്ങനെ അയവറക്കണം. മനസ്സിലാവുന്നുണ്ടോ? വഴിപാടിന് ന്യായപ്രമാണം അനുസരിച്ച് യാഗം കഴിക്കുന്ന മൃഗത്തിന്റെ യോഗ്യത പറയുമ്പോൾ എടുത്തു പറഞ്ഞൊരു യോഗ്യതയാണ് അയവിറക്കുന്ന മൃഗമായിരിക്കണം. അല്ലാത്തിനൊന്നും യാഗം കഴിക്കാൻ പാടില്ല. അത് നമുക്കും ബാധകമാണ്. ദൈവം നമുക്ക് ചെയ്തതെല്ലാം ഇരുന്ന് അയവിറക്കണം. നമ്മൾ അനുഭവിച്ചത്, നമ്മൾ പ്രാപിച്ചത്, ഇപ്പോഴും നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? അയവിറക്കുമ്പോൾ അങ്ങനെ ആ ദൈവത്തിന് ദൈവം ചെയ്ത ഉപകാരവും ദൈവം സ്നേഹിച്ച വിധങ്ങൾ ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ചു വരുമ്പോൾ അന്നേരം നമുക്കുണ്ടാകുന്ന ദൈവസന്നിധിയിൽ കവിണ്ണ് വീണ് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ അവിടെ ലാംഗ്വേജിന് യാതൊരു പ്രസക്തിയുമില്ല. ലാംഗ്വേജ് കനോട്ട് എക്സ്പ്ലെയിൻ എനിത്തിങ്. ഭാഷയ്ക്കൊന്നും വിശദമാക്കാൻ കഴിയുന്ന അപ്പുറമായുള്ള ദൈവത്തുള്ള നന്ദി പ്രകടനമാണ് നമ്മുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകേണ്ടത്. ഞാൻ പറഞ്ഞത്, ഇത് നടക്കേണ്ടത് പാട്ടിന്റെ കൊഴുപ്പ് കൊണ്ടോ താളമേളത്തിന്റെ ആ ആവേശത്തിലോ ഒരു വൈകാരിക തലത്തിലെത്തി നാം ചെയ്യേണ്ട ഒന്നല്ലെന്നായി പറഞ്ഞേ. മറിച്ചത് ഹൃദയത്തിൽ നിന്ന് സ്പോണ്ടേനിയസ് ആയിട്ട് വരേണ്ട ഒന്നാണ്. നമ്മെ ആരാധനയ്ക്ക് വേണ്ടി പ്രേരിപ്പിക്കുന്നത്, ആരാധനയ്ക്ക് നമ്മെ നയിക്കുന്നത്. ഒരു നിമിഷം ധ്യാനിച്ചാൽ മതി. പുഴുവായിരുന്ന എന്നെ, ഒന്നിനും കൊള്ളാതിരുന്ന എന്നെ സ്നേഹിച്ച്
പ്രാണൻ നൽകാൻ, സകലം വിട്ടിറങ്ങി വരുവാൻ ഞാൻ എന്താണുള്ളത്? അതൊക്കെയാണ് നമുക്ക് പ്രേരകമാക്കട്ടെ. അങ്ങനത്തെ പാട്ടും പാടണം. ഇതരയിൽ എന്നെ ഇത്രമേൽ സ്നേഹിപ്പാൻ എന്തുള്ളൂ ഞാൻ അപ്പനേ നിന്റെ ഉദ്ധാരണത്തെ ഞാൻ ഓർത്തു ദിനം പ്രതി സന്തോഷിക്കുന്നത്യന്തം. കണ്ടോ? ആ പാട്ട് 4 പാടിപ്പോ തന്നെ എന്റെ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷം. ഇധരയിൽ എന്നെ ഇത്രമേൽ സ്നേഹിപ്പാൻ എന്തുള്ളൂ ഞാൻ അപ്പൻ, എന്നെ ഉദ്ധരിപ്പാൻ അങ്ങ് കാണിച്ച സ്നേഹവും കരുതലും ഓർത്ത് ദിനം പ്രതി സന്തോഷിക്കുന്നു അത്യന്തം. സ്തോത്രം. അപ്പോ ദൈവസന്നിധിയിൽ ദൈവം നമ്മോട് കാണിച്ച സ്നേഹം, നമ്മെ കരുതിയ വിധങ്ങൾ, ഇതെല്ലാം ഇങ്ങനെ ഓർക്കണം. അതൊരു 3 മണിക്കൂർ മാത്രം നടക്കേണ്ടതല്ലെന്നാ ഞാൻ ഈ പറഞ്ഞേ. മനസ്സിലാകുന്നുണ്ടോ? ഞായറാഴ്ച രാവിലെ 9 മുതൽ 12 വരെ നടക്കേണ്ട കാര്യമല്ല ഇത്. ഞാനിത് വിശദമാക്കി തരാൻ വേറൊരു കാര്യം പറയാം, അപ്പൊ നിങ്ങൾക്ക് പിടി കിട്ടും. ഇതോട്ടൊന്ന് കണക്ട് ചെയ്യണേ. നമ്മൾ ഈ ഉത്തമഗീതം പഠിക്കുമ്പോൾ ഉത്തമന്റെ ചരിത്രം ഒന്നും പറയാനായിട്ടല്ല, ഒറ്റ കാര്യം മാത്രം പറയാം. നമ്മൾ അതിനകത്തൊരു ശൂലംകാരി പെൺകുട്ടിയെ കുറിച്ച് കാണുമല്ലോ, ശൂലമിയെ കാണുന്നുണ്ടല്ലോ. അവളുടെ അമ്മ പ്രസവിക്കുന്ന രംഗം ഇവർക്കുള്ള പുൽമേട്ടിലെ മുന്തിരിത്തോട്ടത്തിന്റെയും മാതാരത്തിന്റെയൊക്കെ തോട്ടത്തിന്റെയൊക്കെ നടുവ് നിൽക്കുന്ന ഒരു നാരകത്തിന്റെ ചുവട്ടിലാണ് അവളെ തന്റെ അമ്മ പ്രസവിക്കുന്നത്. ഈ ശൂലം എന്ന പെൺകുട്ടിയെ തന്റെ അമ്മ പ്രസവിക്കുന്ന നാരകത്തിന്റെ ചുവട്ടിലാണ്. അവിടെ വെച്ച് അവൾക്ക് പ്രസവവേദന ഉണ്ടായി. ആ പെൺകുട്ടിക്ക് ജന്മം നൽകുന്നു. ഈ കുഞ്ഞു വളർന്ന തിരിച്ചറിവായപ്പോൾ ഈ അമ്മ പറഞ്ഞു കൊടുത്തായിരുന്നു, മോനെ, നിന്നെ ഞാൻ പ്രസവിച്ചതാണ് ആ നാരകത്തിന്റെ ചുവട്ടില്ല. അത് കേട്ട് അവൾ അങ്ങ് ത്രില്ലടിച്ചു. പിന്നെ എപ്പോൾ സമയം കിട്ടിയാലും അവൾ ഓടി ആ നാരകത്തിന്റെ ചുവട്ടിൽ ചെല്ലും. അവിടെ ഇരുന്നാണ് അവൾ മതിമറന്ന് സന്തോഷിക്കുന്നത്. ഞാൻ ഉത്തരത്തിന്റെ ചരിത്രം പറയാനായിട്ടല്ല, ഇതിന്റെ ടൈപ്പോളജിക്കലായിട്ടുള്ള അർത്ഥം നിങ്ങൾക്ക് പിടി കിട്ടിയോ? ഒരു ദൈവ പൈതലിന്റെ ജനനം നടക്കുന്നത് ക്രൂശ് എന്ന നാരകത്തിന്റെ ചുവട്ടിലാണ്. അതുകൊണ്ട് എന്താ പാസ്റ്ററെ, എന്താന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. എപ്പോൾ സമയം കിട്ടിയാലും, എപ്പോഴൊക്കെ സമയം കിട്ടുന്നു, അപ്പോഴെല്ലാം ഓടി ആ ക്രൂശിന്റെ ചുവട്ടിൽ ചെന്നിരിക്കണം. അവിടെ ഇരുന്ന് ചിന്തിക്കണം, ധ്യാനിക്കണം, ഓർക്കണം. എന്റെ ദൈവമേ, എന്നെ ഇവിടെയാണല്ലോ പ്രസവിച്ചത്, എന്റെ ആത്മീക ജനനം നടന്ന് ഇവിടാണല്ലോ. ഇത്രമേൽ സ്നേഹിപ്പാൻ ഞാൻ എന്തുള്ളൂ അപ്പനെ എന്ന് ചിന്തിച്ചാൽ ഈ ഒരൊറ്റ സംഗതി മതി ദൈവത്തിൽ ഓടിച്ചെല്ലാനുള്ള നമ്മുടെ കാലുകൾക്ക് കുതിപ്പേകാനും ദൈവത്തെ മഹത്വപ്പെടുന്നതിനും ആരാധനയ്ക്കും. വേറെ ഒന്നും നമുക്ക് വേണ്ടി, ഇത് മാത്രം മതി. സ്തോത്രം. ഇപ്പൊ നിങ്ങൾക്ക് വിചാരം ഈ അപ്പൊ പാട്ടും കാര്യമൊന്നും വേണ്ടെന്നാണോ? നോ, അല്ല. ഞാൻ ഈ വെളിപ്പാട് പുസ്തകത്തിലെ ആരാധന നിങ്ങളെ കാണിച്ചല്ലോ. 24 മൂപ്പന്മാരും വീണ് കിരീടങ്ങളെ താഴെ വെച്ചതിന് ശേഷം വീണ് നമസ്കരിച്ച് വിളിച്ചു പറഞ്ഞു, കുഞ്ഞാടെ, നീ യോഗ്യൻ, നീ അറുക്കപ്പെട്ടു എന്ന്, നിന്റെ രക്തം കൊണ്ട് സകല ഗോത്രത്തിലും ഭാഷയിലും വംശങ്ങളും ഞങ്ങളെ വിലയ്ക്ക് വാങ്ങി എന്ന് പറഞ്ഞ് അവനെ വീണ് നമസ്കരിക്കുകയാണ്. അത് കഴിയുമ്പോൾ, അപ്പോൾ ആരാധന കഴിഞ്ഞു. അടുത്തത് പ്രൈസ് സെക്ഷൻ തുടങ്ങുക. നിങ്ങളെ വെളിപ്പാട് 5-ാം അധ്യായം എടുത്തായിരുന്നോ? ഒന്നെടുത്തേരോ, ഒറ്റ വാക്യം മാത്രം ഒന്ന് വായിക്കാം. അഞ്ചാം അധ്യായത്തിന്റെ 7 മുതൽ വായിച്ചാൽ മതി. 7 മുതൽ 10 വരെ. ആരെങ്കിലും വായിക്കുമോ? ഇല്ലെങ്കിൽ സമയങ്ങളുടെ ഞാൻ തന്നെ വായിക്കാം. അവൻ വന്ന് വെളിപ്പാട്
അവൻ വന്ന് സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലം കൈയിൽ നിന്നും പുസ്തകം വാങ്ങിയപ്പോൾ 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗവും നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ മുൻപാകെ വീണു. അടുത്തത്, പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും അങ്ങ് യോഗ്യൻ. അങ്ങ് അറുക്കപ്പെട്ടു അങ്ങയുടെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ള ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു. അവർ ഭൂമിയിൽ വാഴുന്നു. പുതിയ പാട്ടവർ പാടുന്നു. കണ്ടോ? അടുത്തത്, പിന്നെ ഞാൻ ദേശത്തെ സിംഹാസനത്തിന്റെ ജീവികളുടെയും മൂപ്പന്മാരുടെയും ചുറ്റിലും ഏറിയ ദൂതന്മാരുടെ ശബ്ദം കേട്ടു. എങ്ങനെ? അവരുടെ എണ്ണം 10,000 10,000 അവർ അത്യുച്ചത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും യോഗ്യൻ എന്ന് പറഞ്ഞു. സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലുള്ള സകല സൃഷ്ടിയും അവരുടേതൊക്കെയും സിംഹാസനം ഇരിക്കുന്നവന് കുഞ്ഞാടിന് സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കും ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. 4 ജീവികളും ആമേൻ എന്ന് പറഞ്ഞു. മൂപ്പന്മാർ വീണ് നമസ്കരിച്ചു. കണ്ടോ? ആരാധന കഴിഞ്ഞ് പിന്നെ പ്രൈസ് സെക്ഷൻ തുടങ്ങുക. തകർത്ത ഇടിമുഴക്കം പോലെയും പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും. കണ്ടോ? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഈ സ്തുതിയും സ്തോത്രവും തമ്മിലുള്ള വ്യത്യാസം ഒട്ടും ആലോചിക്കാനില്ല. ഇത്ര ഓർത്താൽ മതി. സ്തുതിക്കുകയാണെങ്കിൽ ദൈവത്തെ മാത്രം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ, ജിജിപാസിന് വേണ്ടി സ്തുതിക്കുന്നു പറയരുത്. ജിജിപാസിന് വേണ്ടി സ്തോത്രം ചെയ്യുന്നു, സന്നിജാന് വേണ്ടി സ്തോത്രം ചെയ്യുന്നു, കലയാന്റിക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നു, രാജ്യാന്റിക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. സ്തുതിക്കരുത്. സ്തുതിക്ക് യോഗ്യൻ ഒരുവൻ മാത്രം, വാഴ്ത്തപ്പെട്ട കർത്താവ്. ദൈവം ആരാണെന്ന് പറഞ്ഞ് കീർത്തിക്കുന്നതിനാണ് സ്തുതിക്കുക എന്ന് പറയാം. ദൈവത്തിന്റെ സവിശേഷതകളും മറ്റും പുകഴ്ചകളും ഒക്കെ പറഞ്ഞ് മഹത്വം കയറ്റുക, അതിനാണ് സ്തുതി. നമുക്ക് സ്തോത്രം ചെയ്യാനേ റൈറ്റ് ഉള്ളൂ. സ്തുതിയും ബലവും മഹത്വവും എല്ലാം സ്വീകരിപ്പാൻ യോഗ്യൻ ഒരുവൻ മാത്രം. ആര്? അറുക്കപ്പെട്ട കുഞ്ഞാട്. സ്തോത്രം. അതുകൊണ്ട് അറിയാതെ പോലും ഞങ്ങളുടെ സഭയിലെ പാസ്റ്റർക്ക് വേണ്ടി സ്തുതിക്കുന്നു എന്ന് പറയരുത്. പാസ്റ്റർക്കായി സ്തോത്രം ചെയ്യുന്നു. സ്തുതി ദൈവത്തിന് മാത്രം. അപ്പൊ ആ സ്തുതി സ്തോത്രം നമ്മൾ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലേക്ക് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പ്രൈസ് സെക്ഷൻ ഇങ്ങനെയാണ്. തകർത്ത ഇടിമുഴക്കം പോലെയും പെരുവെള്ളത്തിന്റെ ഇറച്ചിൽ പോലെയുമാണ് സ്തുതി അവിടെ നടക്കുന്നത്. നമുക്കും അങ്ങനെ തന്നെ വേണം. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്നതും അത്യുന്നതനായ നിന്റെ നാമത്തെ കീർത്തിക്കുന്നതും. അത് മാത്രമല്ല, എങ്ങനെ? 10 കമ്പിയുള്ള വാദിത്വം കൊണ്ടും വീണ കൊണ്ടും പിന്നെന്താണ്? ഗംഭീര സ്വരമുള്ള കിന്നരം കൊണ്ടും രാവിലെ തോറും നിന്റെ ദയയും രാത്രി തോറും നിന്റെ വിശ്വസതയും വർണ്ണിക്കുന്നത് നല്ലത്. കണ്ടോ? യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്നതും അത്യുന്നതനായുള്ളവേ നിന്റെ നാമത്തെ കീർത്തിക്കുന്നതും. എങ്ങനെ? 10 കമ്പിയുള്ള വീണ കൊണ്ട്. സ്ട്രിങ് പൊട്ടിയ വീണ എന്നല്ല, 10 കമ്പിയുള്ള വീണ. ഗംഭീര സ്വരമുള്ള കിന്നരം കൊണ്ട് രാവിലെ തോറും നിന്റെ ദയയും രാത്രി തോറും നിന്റെ വിശ്വസതയും വർണ്ണിക്കുന്നത് നല്ലത്. സഭായത്തിന്റെ പാട്ടിനൊക്കെ നല്ല ഗംഭീര സ്വരമായി എവിടെ കേൾക്കണമെന്നറിയാമോ? സ്തോത്രം. ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ നല്ല പക്ക സാധനമായിരിക്കണം. വിരൽ ഓടിച്ച നല്ല ഇമ്പം അതിനകത്ത് നിന്ന് ഒഴുകി വരണം. അങ്ങനത്തെ ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിക്കണം. അതിന് ദൈവം കൃപ തരും. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? അല്ല ഞാൻ ഇതിനെതിരായിട്ടോ
മ്യൂസിക് മിനിസ്റ്റർ മുഴുവൻ പൈശാചികമാണെന്ന് ഷാജി പാസ് പറഞ്ഞ് ബഹളം ഉണ്ടാക്കിക്കൊണ്ട് വരരുത്. അതല്ല ഞാൻ പറഞ്ഞത്. സ്തോത്രം, നല്ല ഏറ്റവും ബെസ്റ്റ് തമ്പേറുള്ളൂ, നല്ല 1ാം ക്ലാസ് തമ്പേർ ആയിരിക്കണം മതി. സൈഡ് ഡ്രം ഉണ്ടോ, അതൊരു സൈഡ് പൊട്ടി 3 വള്ളിയായിട്ടിരിക്കുന്ന പൊട്ടരുത്. ദൈവത്തെ അധിക്ഷേപിക്കുന്ന യാതൊന്നും ചെയ്യാൻ പാടില്ല. ചെയ്യുന്നത് ആർക്കു വേണ്ടിയാണെന്ന് അറിഞ്ഞു വേണം ചെയ്യാൻ. ബോധ്യമാകുന്നു ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം. വരുന്ന ആളിന്റെ പദവി മഹത്വം അറിഞ്ഞാണ് സ്വീകരണം ഒരുക്കുന്നത്, അല്ലേ? അതെ. നമ്മുടെ ചർച്ചിൽ, നിങ്ങളൊക്കെ ആയിരിക്കുന്ന ചർച്ചിൽ അടുത്ത ആഴ്ചയിൽ ഒരു ചീഫ് ഗസ്റ്റ് ആയിട്ട് ആരെങ്കിലും വരികയാന്നിരിക്കട്ടെ, നമ്മുടെ ചീഫ് മിനിസ്റ്ററോ ഗവർണറോ പ്രൈം മിനിസ്റ്ററോ ആരെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ ക്രമീകരണം എങ്ങനെ ആയിരിക്കും? നമ്മുടെയൊക്കെ കൺവെൻഷനിൽ ഇവരെല്ലാവരും വരാറുള്ളതുകൊണ്ട് അത് പറഞ്ഞാൽ കുഴപ്പമില്ല. ചീഫിംഗാരുടെ കൺവെൻഷൻ മാത്രമേ ഉള്ളൂ ഇവർ ചെന്നേച്ച് പോരാന്നുള്ളതല്ല, അവിടെ ഈ പണിയും നടക്കുകയല്ല. അല്ലാത്ത ഏതിടത്തും മന്ത്രിമാരും വരും, MLA വരും, എല്ലാവരും വരും. ദേവദാസന്മാർക്ക് പ്രസംഗിക്കാൻ സമയമില്ലെങ്കിൽ ഇവർക്കെല്ലാം സമയം കൊടുക്കുകയും ചെയ്യും. സ്തോത്രം. ഞാൻ കളിയാക്കാൻ വേണ്ടി ഒന്നും ഞാൻ പറഞ്ഞതല്ല. അങ്ങനെ ഒരു ചീഫ് ഗസ്റ്റ് വരികയാണെങ്കിൽ അവരെ സ്വീകരിക്കാൻ നമ്മൾ ഒരുക്കുന്ന എന്താ പറയാ ക്രമീകരണങ്ങൾ എത്ര നീറ്റ് ആൻഡ് ക്ലീൻ, ഏറ്റവും ബെസ്റ്റ് മാത്രമേ ചെയ്യൂ എന്നുണ്ടെങ്കിൽ സർവശക്തനായ ദൈവത്തിന്റെ മഹത്വം കരേറ്റുമ്പോൾ അതിന് വേണ്ടുന്ന എക്യുപ്മെന്റ്സും അതനുസരിച്ചായിരിക്കണം. മനസ്സിലാകുന്നോ? മൈക്കൊക്കെ നല്ല ബെസ്റ്റ് മൈക്ക്, സൗണ്ട് സിസ്റ്റം അതുപോലെ തന്നെ, കീബോർഡ് അതുപോലെ തന്നെ, ഗിറ്റാർ, ഡ്രംസ് അതെല്ലാം നല്ല സൂപ്പർ ആയിരിക്കണം. കാരണം ഇതിലൂടെ ആർക്കാണ്, അല്ലെങ്കിൽ ആരെയാണ് നമ്മൾ പുകഴ്ത്തുന്നത്, ആർക്കാണ് നാം സ്തുതി അർപ്പിക്കുന്നത്, ആർക്കാണ് സ്തോത്രം അർപ്പിക്കുന്നത്, അപ്പോൾ ആ ആളിന്റെ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള എക്യുപ്മെന്റ്സ് ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. അതാ നില കൈകാര്യം ചെയ്യാൻ വേണം. മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ഒരിക്കലും മൈക്ക് ഒരു പണി കാണിച്ചപ്പോ എങ്ങനെയാ പ്രതികരിച്ചത് നിങ്ങൾ കണ്ടായിരുന്നോ? എല്ലാം നിങ്ങൾക്കറിയാം. സ്തോത്രം. ഇപ്പൊ മൈക്ക് സെറ്റുകാർക്കെല്ലാം പേടിയാ, മന്ത്രിമാരാരെങ്കിലും യോഗത്തിന് വരുമ്പോൾ മൈക്കും കൊണ്ടിയല്ല. സ്തോത്രം. ആ സ്ഥിതിയിലേക്ക് പോയി. ഞാൻ കളിയാക്കിയൊന്നും പറഞ്ഞതല്ല, ഒന്ന് കമ്പയർ ചെയ്ത് പറഞ്ഞതാ. അങ്ങനെയാണെങ്കിൽ സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ ഈ ഉപകരണങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ എത്ര പക്കായിട്ടായിരിക്കണം എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. പ്രൈസ് ദി ലോർഡ്. എല്ലാം ആ നിലയിൽ വേണം. നമ്മള് നല്ല എന്താ പറയാ എല്ലാ സെറ്റപ്പോടും കൂടെ ഏതെല്ലാം ഉപകരണങ്ങൾ ഉപയോഗിക്കാമോ അതെല്ലാം ഉപയോഗിച്ച് കഴിയുന്നത്ര ഹൃദയം നിറഞ്ഞ് ഉള്ളിന്റെ ഉള്ളിൽ നിന്നും ദൈവത്തിന്റെ മഹത്വം കരറ്റുന്ന ആത്മീയ ആരാധനയാണ് വേണ്ടത്. എന്താ ഞാൻ പറഞ്ഞത്? സവായത്തിന്റെ പാട്ടൊക്കെ നല്ല ഇമ്പമായിട്ട് കേൾക്കണം. സ്തോത്രം. അതിന്റെ ഒരു എന്താ പറയാ അതിനർപ്പിക്കുന്ന എന്താ പറയുക, അതിനോട് ചേർന്ന് വരുന്ന പാട്ടുകൾ, സെലക്ട് ചെയ്യുന്ന പാട്ടുകൾ, അതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. സ്തോത്രം ചെയ്തു ആദ്യം പാടുക. അത് നിശ്ചയമായിട്ടും ദൈവത്തിന് സ്തോത്രം അർപ്പിച്ചുകൊണ്ടുള്ള പാട്ട് വേണം നമ്മൾ ആദ്യം പാടാൻ. അതും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞോളൂ, ഞാൻ ആവർത്തിക്കുന്നില്ല. ഞാൻ പറഞ്ഞത് നമുക്ക് നല്ല മ്യൂസിക് സിസ്റ്റം, നല്ല സൗണ്ട് സിസ്റ്റം, ഇതെല്ലാം ആവശ്യമോ ഒന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. നിശ്ചയമായിട്ട് ഇതെല്ലാം വെച്ച് നമ്മുടെ ആരാധന നടത്താവൂ. ഇനി ആരാധന കഴിഞ്ഞിരിക്കട്ടെ, ഒന്നിന്റെ അവിടെ പറഞ്ഞ ആ ഭാഗം വിടാം. 21 സംഘത്തെ ഞാൻ നല്ല ഇടനാകുന്നു. 21 യഹോവയുടെ ഇടനാകുന്ന എനിക്ക് മുട്ടുണ്ടാകില്ല. അങ്ങനെയാണല്ലോ അല്ലെ? 21 സങ്കീർത്തനത്തിൽ. എന്നാ യോഹന്നാൻ 10-ാം അധ്യായത്തിൽ നമ്മൾ പഠിക്കുമ്പോ ഞാൻ നല്ല ഇടനാകുന്നു, ഞാൻ വാതിലാകുന്നു, ഒരുപാട് ഞാനാവുന്നു പറഞ്ഞത് 10-ാം അധ്യായത്തിലെ കാര്യം മാത്രം ഞാൻ ഈ പറയുന്നത്. നല്ല ഇടൻ ആടുകൾക്ക് തന്റെ ജീവനെ കൊടുക്കുന്നു, എന്റെ അറിവ് എന്നെ അറിയുകയും എന്റെ ശബ്ദം കേൾക്കുകയും ചെയ്യുന്നു. ഒക്കെ കറക്റ്റാ. അപ്പൊ അകത്ത് വരികയും പുറത്തു പോവുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യുന്നു. ഒരു കാര്യം ഓർപ്പിക്കാൻ, എന്നോട് ചേർത്തൊന്ന് പറഞ്ഞു വിട്ടില്ലെങ്കിൽ ശരിയാകില്ല. അതിനാണ് ശകലം ടൈം ഉണ്ടല്ലോ, അതിനകത്ത് ഞാനത് പറയാം. അകത്ത് വരികയും പുറത്തു പോവുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അകത്തു വരിക, പുറത്തു പോവുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? മറക്കരുത്, ഞാൻ മുമ്പേ പറഞ്ഞു, നമ്മുടെ ആരാധന നടക്കുന്ന ഹാർട്ട് തലത്തിലാണ്.
മനസ്സിലായി? അകത്ത് വരിക എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം. ഹാർട്ട് തലത്തിൽ ദൈവത്തെ ആരാധിച്ചു. അതിനുശേഷം പുറത്തു പോകണം. നമ്മുടെ മേച്ചിൽപ്പുറം പല മേഖലകളിൽ നമ്മൾ വ്യാപൃതരാണ്. പല ജോലിയിൽ, പല ആക്ടിവിറ്റി നമ്മൾ ഇൻവോൾവ് ആണ്. അതാണ് നമ്മുടെ മേച്ചിൽപ്പുറം. പക്ഷെ അവിടെ നിന്ന് വീണ്ടും എന്ത് ചെയ്യണം? അകത്ത് വരണം. എനർജി പ്രാപിക്കുന്നു, വീണ്ടും പുറത്തു പോകുന്നു. ക്ലിയർ ആകുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? നമ്മുടെ ആരാധന കേവലം ഒരു റുട്ടീനായിട്ട് പോകാതെ ആ ഹാർട്ട് തലത്തിൽ ദൈവമുള്ള ബന്ധം മെയിൻറ്റെയിൻ ചെയ്ത് പോയാത്ത ഗുണം മേച്ചിൽപ്പുറത്ത് ചെല്ലുമ്പോഴും, ഒന്നുകൂടെ തെളിച്ചു പറഞ്ഞാൽ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ എത്തിപ്പെടുന്ന എല്ലാ മേഖലയിലും ഈ ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റും. അതാ ഞാൻ പറഞ്ഞത്, അബ്രഹാം വഴിയിലും തെരുവിലും ദൈവസാന്നിധ്യം അനുഭവിച്ചു, കൂടാരത്തിനകത്തും അനുഭവിച്ചു. സ്തോത്രം. ആ ബന്ധം അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്താൽ ഉറപ്പാണ് അതിനപ്പുറത്തേക്ക് പ്രത്യേകിച്ച് ആരാധനയുടെ മറ്റു ഭാഗത്തൊന്നും പറയാനില്ല. അപ്പോൾ നമ്മൾ സമയം കിട്ടുമ്പോഴൊക്കെ അകത്ത് ചെല്ലണം. നമ്മുടെ ഇന്നർ റെലം, സ്പിരിറ്റ് റെലത്തിൽ ചെല്ലണം, മീറ്റ് ചെയ്യണം. എനിക്ക് ഒരു ദേവദാസനെ അറിയാം. അദ്ദേഹം നമ്മൾ കയറി ചെല്ലുമ്പോൾ ഇങ്ങനെ കണ്ണടച്ചിരിക്കുകയാണെങ്കിൽ പിന്നെ ഞാൻ ഒറ്റ അക്ഷരം മിണ്ടത്തില്ല. കാരണം അദ്ദേഹം ആരാധിക്കുകയാണെന്നുള്ളത് എനിക്കറിയാം. ശാന്തമായിട്ടിരിക്കുക. ബട്ട് ആ സമയം ഹാർട്ട് ടു ഹാർട്ട് എൻകൗണ്ടർ ഞാൻ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ ഇങ്ങനെ കണ്ണിക്കൂടെ കണ്ണീരൊക്കെ ഒഴുകുന്നു, ചിലപ്പോൾ ചിരിക്കുന്ന പോലെ നമുക്ക് തോന്നും, ചെറുപുഞ്ചിരിക്കും മുഖത്ത് കാണും. പ്രതീക്ഷിച്ചിരുന്ന ആള് വന്നു കഴിയുമ്പോൾ ദീർഘസമയം ഒരാളെ കാത്തിരുന്നു. പ്രതീക്ഷിക്കുന്ന ആള് വരുമ്പോൾ സ്വീകരിക്കാനിരിക്കുന്ന ആളുടെ മുഖത്തുണ്ടാകുന്ന പ്രസാദം പോലെ ആ ദേവദാസന്റെ മുഖത്ത് ഇങ്ങനെ ആ സന്തോഷം മിന്നി മറന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അത് കാരണം അറിയാമോ? ആരെ വെയിറ്റ് ചെയ്തിരുന്നോ? രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. വായിച്ചിട്ടുണ്ട് 5-ാം സംഘത്തിൽ ആ വാക്യമൊക്കെ. ഒരുങ്ങി കാത്തിരിക്കുക ഒരാൾക്ക് വേണ്ടി. ആളെ മീറ്റ് ചെയ്തു, ഒരു ഹാർട്ട് ടു ഹാർട്ട് എൻകൗണ്ടർ ഉണ്ടായി, ഒരു സമാഗമം ഉണ്ടായി. അപ്പോൾ എന്ത് ചെയ്തു? ഹൃദയം ദൈവസന്നിധിയിൽ വീണു. ഷക്ക്. കണ്ടോ? സ്തോത്രം. ഇതൊക്കെ ഉള്ളിൽ നടക്കണം. ഉള്ളിൽ നടന്നു കഴിഞ്ഞാൽ പുറമേ ഉള്ളത് കൈയടിക്കാനും പാടാനും സ്തോത്രം പറയാനും ഹല്ലേലൂയ പറയാനും സാക്ഷി പറയാനും പ്രാർത്ഥിക്കാനൊക്കെ ഓട്ടോമാറ്റിക്കലി ആരെങ്കിലും സഹോദരിമാരുടെ ഭാഗത്ത് ഒരാളും സഹോദരന്മാരുടെ ഭാഗത്ത് ആരെങ്കിലും ദൈവാത്മ പ്രേരിപ്പിക്കുന്ന ആരെങ്കിലും ഒരാൾ പ്രാർത്ഥിച്ചാട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ദിവസം വായിക്കുമല്ലോ, സ്വർഗത്തിൽ 1/2 മണിക്കൂർ മൗനത ഉണ്ടായെന്ന് പറഞ്ഞ പോലെ ആരും അനങ്ങുന്നില്ല. അതിന്റെ കാര്യം എന്നറിയാമോ? ഈ ഹാർട്ട് ടു ഹാർട്ട് എൻകൗണ്ടർ ഇല്ല. അതുണ്ടെങ്കിൽ ഒരു പാടാനോ പ്രാർത്ഥിക്കാനോ സാക്ഷ്യം പറയാനോ ചാൻസ് കിട്ടിയ ചാടിച്ചാടി എഴുന്നേക്കിയല്ലേ? സ്തോത്രം. അതൊന്നും ഇല്ലാത്തത് കൊണ്ടാ ഇന്ന് വായിച്ച സംഘത്തിലെ 4-ാമത്തെ വാക്യം എന്നെ ബലപ്പെടുത്തി എന്ന് പറഞ്ഞ് എഴുന്നേക്കുന്നത്. കേൾക്കുമ്പോൾ അറിയാം, ചുമ്മാതെ പറയാൻ. ആ സംഘത്തിന്റെ ഭാഗം ബലപ്പെടുത്തുന്ന ആരും അവിടെ ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞു. അങ്ങനെ ചിന്തിക്കരുത്. സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞത് അർത്ഥമുള്ളൂ. സ്തോത്രം. ഹാർട്ട് ടു ഹാർട്ട് എൻകൗണ്ടർ ഉണ്ടായാൽ ഓട്ടോമാറ്റിക്കലി ഷക്ക് നടന്നിരിക്കും. അങ്ങനെ ആ എൻകൗണ്ടർ ഉണ്ടായവനോട് പാടാനായിട്ട് പറയണ്ട, പ്രാർത്ഥിക്കാനായിട്ട് പറയണ്ട, സ്തോത്രം പറയാനായിട്ട് പറയണ്ട, കരങ്ങളെ ഉയർത്തി സ്തോത്രം ചെയ്താട്ട് ഇതൊന്നും പറയണ്ട. അവൻ അതിനു വേണ്ടിയിട്ടായി ഈ വന്നത്. മനസ്സിലാകുന്നുണ്ടോ? പാടാനും പ്രാർത്ഥിക്കാനും സ്തോത്രം പറയാനും സാക്ഷ്യം പറയാനും ആരാധിക്കാനും എന്തു പറയാ ആത്മനിറവോടെ നൃത്തം ചെയ്ത് ദൈവത്തെ സ്തുതിക്കാനും അന്യഭാഷയിൽ ദൈവത്തോട് സംസാരിക്കാൻ അതിനു വേണ്ടിയിട്ടാണ് വരുന്നത്. എങ്ങനെയുള്ളവര് ഈ അകത്ത് പോവുകയും പുറത്തു വരികയും മേച്ചൽ കണ്ടെത്തുകയും ഒക്കെ ചെയ്ത് വീണ്ടും അകത്ത് വന്ന് ഈ എൻകൗണ്ടർ ഉണ്ടായ വ്യക്തിക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, വേറെ യാതൊന്നിന്റെ ആവശ്യം വരുന്നില്ല. അവ പാടാനായിട്ടാണ് സമയം വരുന്നത്, പ്രാർത്ഥിക്കാനാണ് സമയം വരുന്നത്, ദൈവത്തിന് മഹത്വം കൊടുക്കാനാണ് വരുന്നത്. സ്തോത്രം. അങ്ങനെ വരുന്നവരോട് ഒന്നും പറയണ്ട. നമ്മെ സർവം മറന്നു
തൻ സന്നിധിയിൽ സ്തോത്രത്തോടുന്നു. കണ്ടോ, നമ്മെ സർവം മറന്നു തൻ സന്നിധിയിൽ ധ്യാനത്തോടുന്നു. നമ്മെ സർവം മറന്നു തൻ സന്നിധിയിൽ കീർത്തനത്തിനായി ആരാധിക്കാൻ യേശു കർത്താവിനെ. കണ്ടോ, let's forget about ourselves and concentrate on him and worship him. Let's forget about ourselves and concentrate on him and worship him. Let's forget about ourselves and concentrate on him and worship him. കണ്ടോ, അത് നടക്കണമെങ്കിൽ ഹാർട്ട് ടു ഹാർട്ട് ഒരു എൻകൗണ്ടർ നടന്നെങ്കിൽ നോക്കൂ. ക്ലാസ് കഴിഞ്ഞ് ഒരുപക്ഷെ നിങ്ങൾ നേരത്തെ ഫുഡ് കഴിച്ചേക്കാൻ, ഇത് കഴിഞ്ഞിട്ടായിക്കോട്ടെ, എപ്പോഴും ആയിക്കോട്ടെ, എന്തെങ്കിലും ആകട്ടെ, കിടക്കുന്നതിന് മുമ്പ് try to have a heart to heart encounter. ഒന്ന് ധ്യാനത്തിനുണ്ടി ഒന്ന് വെയിറ്റ് ചെയ്ത ദൈവത്തിന് ആ തേജസ്സേറിയ മുഖം ഒന്ന് കണ്ടേ. നമ്മുടെ അമ്മച്ചിമാരൊക്കെ അത് പാടി എഴുന്നേക്കും തന്നെ. സൗന്ദര്യത്തിൻ പൂർണ്ണതയാകുന്ന സിയോനിൽ നിന്നു പ്രകാശിക്കുന്നോനെ പ്രഭാതത്തിൽ സ്തുതിക്കുന്നേ. അപ്പൊ അതൊക്കെ എന്നാ പാട്ടാ. സൗന്ദര്യത്തിൻ പൂർണ്ണതയാകുന്ന സിയോനിൽ നിന്ന് പ്രകാശിക്കുന്നോനെ സ്തുതിക്കുന്നു. എവിടെ? അന്ധകാരം കൊണ്ടു മൂടപ്പെട്ട ലോകത്തിൽ, അന്ധകാരം കൊണ്ടു മൂടപ്പെട്ട ലോകത്തിൽ എന്നെ വീണ്ടെടുത്ത രക്ഷിതാവേ ദിനം മുഴുവൻ സൂക്ഷിക്കാൻ. വീണ്ടെടുത്ത രക്ഷിതാവേ ദിനം മുഴുവൻ സൂക്ഷിക്കാൻ. പോരാ, രാമുഴുവൻ മാർവിലെന്നെ കാത്ത കൃപയ്ക്കാൻ. ആനന്ദഗീതങ്ങളാല് തൃപ്പാദങ്ങൾ നമിക്കുന്നേ. അവിടെ കൊണ്ട് നിർത്തുന്നില്ല. ഈ പകലൻ ജീവിതത്തിൽ തെറ്റുവരാതെ രക്തത്താലെ സൂക്ഷിച്ചെന്നെ തൃക്കാരത്തിൽ താങ്ങണം. ജയകരമാം ജീവിതം ഞാൻ ചെയ്തിടുവാനാ അധികാരമുള്ള യേശുവിന്റെ തിരുമാർവിൽ ഞാൻ ചാരുന്നേ. അത് ഹാർട്ട് ടു ഹാർട്ട് എൻകൗണ്ടർ ഉള്ള വ്യക്തിക്ക് അത് ആ എക്സ്പീരിയൻസോടുകൂടി അതൊക്കെ പാടാൻ പറ്റൂ. ക്ലിയർ ആയോ ഞാൻ പറഞ്ഞത്? അതുകൊണ്ട് നിങ്ങൾ തീരുമാനിച്ചു, ഇനി മുതൽ സഭായത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ആരാധിക്കുന്നില്ല, ഹാർട്ട് ടു ഹാർട്ട് എൻകൗണ്ടറുമായിട്ട് ഞങ്ങൾ ഇരിക്കുകയാണ്. ഇനി അത് ഉണ്ടായിട്ട് ഞങ്ങൾ സ്വോത്രം പറയുള്ളൂ. ക്ലാസ്സിനകത്ത് ഷാജി പാസ് അങ്ങനെയാണല്ലോ. ഞാൻ ഇതൊന്നും അല്ല പറഞ്ഞേ. അതിനുവേണ്ടി ഇനി ഞായറാഴ്ച രാവിലെ 9 വരെ ആകാണ്ട് വെയിറ്റ് ചെയ്യേണ്ടെന്നായി പറഞ്ഞേ. ക്ലിയർ ആകുന്നുണ്ടോ? സ്തോത്രം. ഈ എൻകൗണ്ടർ നിങ്ങളുടെ വീട്ടിൽ ഏതു നിമിഷം നിങ്ങൾക്കുണ്ടാകണം. അങ്ങനെ ജീവിതത്തിൽ ആ ഹാർട്ട് ടു ഹാർട്ട് എൻകൗണ്ടർ ഉണ്ടാകുന്ന ആളുകളാണ് ഞായറാഴ്ച ഒരുമിച്ച് ഈ യോഗത്തിന് വരുന്നത്. അങ്ങനെ വരുന്നത് തന്നെ മറ്റുള്ളവരുമായിട്ട് അനുഭവിച്ച സന്തോഷം ഒന്ന് പങ്കുവെക്കാനും പാടാനും പ്രാർത്ഥിക്കാനും സ്തോത്രം ചെയ്യാനും സാക്ഷി പറയാനായിട്ടും ഈ ആവേശത്തോടെ വരുന്നതെന്നായി പറഞ്ഞത്. ഈ അനുഭവം വീട്ടിൽ നമ്മൾ ദൈനംദിനത്തിൽ ഓരോ ദിവസം അനുഭവിക്കാതെ ഞായറാഴ്ച മാത്രം 9 മുതൽ 12 വരെ ഇത് അനുഭവിക്കാൻ കാത്തിരിക്കുമ്പോഴാണ് നമുക്ക് ഈ ഒക്കാതെ വരുന്നത്, കാര്യങ്ങൾ ക്ലിയർ ആകാതെ വരുന്നത്. ഇപ്പൊ മനസ്സിലായി വിശ്വസിക്കുന്നു. അല്ല, ഞാൻ ഷാജി പാസ് പറഞ്ഞ കേട്ടോണ്ട് ഞായറാഴ്ച എന്നിച്ചിനി ഹാർട്ട് ടു ഹാർട്ട് എൻകൗണ്ടർ ആണ്. മൗനമായിട്ടിരുന്നാൽ മതി. ഷാജി പാസ് ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഒരു പാസ് ആണ് ഇരിക്കുന്നത് കണ്ടെന്ന് പറഞ്ഞ് അതിന്റെ ഫോട്ടോസ്റ്റാറ്റുമായിട്ട് ഞായറാഴ്ച സഭയിൽ ഇരിക്കരുത്. അതിനാ ഞാൻ പറഞ്ഞത്, രാവിലെ തോന്നുന്ന ദൈവം രാത്രി വിശ്വസം വർണ്ണിക്കുന്നല്ല. എങ്ങനെ? ഗംഭീര സ്വരമുള്ള കിന്നര കൊണ്ടും 10 കമ്പിയുള്ള വാതിർത്വം കൊണ്ടും രാവിലെ തോറുന്നതിന്റെ ദൈവം രാത്രി തോറുന്നതിന്റെ വിശ്വസനയും വർണ്ണിക്കുന്ന നല്ലത്.
അപ്പോൾ ഞായറാഴ്ചത്തെ യോഗം നല്ല ഗംഭീര സ്വരം വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞേ. നമ്മൾ ഇതിങ്ങനെ ഓരോ ദിവസവും അനുഭവിച്ച് ഇരുന്നിട്ട് അങ്ങോട്ട് ചെന്നാൽ ആ 3 മണിക്കൂർ പോകുന്ന അറിയത്തില്ല. ഇല്ലെങ്കിൽ ചെന്ന് ഇരിക്കുകയും ചെയ്തു, സമയമാണെ പോകുന്നുമില്ല, ഈ പുള്ളിയാണോട്ട് നിർത്തുന്നുമില്ല. ആ അവസ്ഥ വരുന്നതിന്റെ കാരണം ഞാൻ ഈ പറഞ്ഞ ആരാധന നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും നടക്കാതെ വരുന്നു എന്നുള്ള കാരണത്താലാണ്. അത് വരരുത്. ഞായറാഴ്ചയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാതെ വ്യക്തിപരമായി പേഴ്സണൽ ലൈഫിൽ ഇത് നമ്മൾ അനുഭവിച്ചാൽ ആരാധന അതിന്റെ പൂർവ്വയ്ക്ക് വരെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഡെസ്റ്റിനി നമുക്ക് അടുത്ത ആഴ്ച ചിന്തിക്കാം. സമയം കഴിഞ്ഞുകൊണ്ട് ഞാൻ അവിടെ അവസാനിക്കുന്നു. ഞാൻ ഒറ്റ വാക്ക് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. തുടക്കത്തിൽ ഞാൻ ഓർപ്പിച്ചു, നമ്മുടെ ഈ ആരാധന നമുക്കിഷ്ടമാകുന്നു എന്നതിനേക്കാൾ ഉപരിയായി ദൈവം പ്രസാദിക്കുന്നു എന്നാണ് ഉറപ്പുവരുത്തേണ്ടത്. നമുക്കിഷ്ടപ്പെട്ടോ നമുക്ക് സുഖിച്ചോ എന്നുള്ളതല്ല. തമ്പുരാൻ ഇത് സുഖിച്ചോ, തമ്പുരാൻ ഇഷ്ടപ്പെട്ടോ, തമ്പുരാൻ പ്രസാദിച്ചോ, അതിനാണ് നമ്മൾ ലക്ഷ്യമിടേണ്ടതും ഉറപ്പാക്കേണ്ടത്. നമ്മുടെ ഓരോ കുടിവരവും നമ്മുടെ ഈ ബൈബിൾ ക്ലാസ്സും എല്ലാം ദൈവം പ്രസാദിക്കുന്ന ഉറപ്പാക്കി മുന്നോട്ട് നീങ്ങുവാൻ ദൈവം കൃപയോടെ ഓർപ്പിച്ച് എന്റെ ക്ലാസ്സിൽ അവസാനിപ്പിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. താങ്ക് യു.